നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 25,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിയും 82,000 എന്ന ലെവൽ സെൻസെക്സും എത്തിപ്പിടിച്ചുകൊണ്ടാണ് ദലാൽ സ്ട്രീറ്റ് ഓഗസ്റ്റ് മാസത്തെ വരവേറ്റത്. 1000 പോയിന്റ് റാലി തുടർക്കഥയാക്കിയ നിഫ്റ്റി ഇത്തവണ 24 സെഷനുകൾ കൊണ്ടാണ് റെക്കോർഡ് ഭേദിച്ചത്. നിഫ്റ്റിയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയ ഈ മുന്നേറ്റത്തോടെ 220 സെഷനുകൾ കൊണ്ട് 5000 പോയിന്റ് റാലി എന്ന പുതിയ റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുന്നു. എങ്കിലും തുടർച്ചയായ 4 ആഴ്ചകളിലും നേട്ടം തുടർന്ന നിഫ്റ്റി ഈ ആഴ്ച വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടതോടെ വാരാടിസ്ഥാനത്തിൽ 0.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സും 0.5% നഷ്ടം രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 0.5% ഇടിഞ്ഞ നിഫ്റ്റി ബാങ്ക് സൂചിക പോയ വാരം ഫ്ളാറ്റായി തുടർന്നു. സമ്മിശ്ര പ്രതികരണത്തിലുണ്ടായിരുന്ന സൂചികകളിൽ 1.5% നേട്ടത്തോടെ മീഡിയ സൂചികയാണ് പ്രതിവാരത്തിൽ മുന്നേറ്റം പ്രകടമാക്കിയത്. പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട IT, റിയൽറ്റി സൂചികകൾ 4%-ഓളവും ഇടിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ നിരക്ക് വർധന നടത്താതെയാണ് ഫെഡിന്റെ യോഗം അവസാനിച്ചത്. ഒപ്പം അനുകൂലമായ ഡാറ്റകളാണ് ഓഗസ്റ്റിലും വരുന്നതെങ്കിൽ സെപ്റ്റംബറോടുകൂടി നിരക്ക് കുറയ്ക്കുന്നത് ആലോചിക്കാമെന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയും അമേരിക്കൻ സൂചികകളിൽ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നു. എന്നാൽ വാരാന്ത്യത്തിലേക്ക് എത്തിയപ്പോൾ നിർമ്മാണ രംഗത്തെ വളർച്ചയിലുണ്ടായ അപ്രതീക്ഷിത ഇടിവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും നിക്ഷേപകരെ പരിഭ്രാന്തിയിലാക്കി. അമേരിക്ക മാന്ദ്യ ഭീഷണി നേരിടുന്നോ എന്ന സംശയം ശക്തിപ്പെട്ടതിനെ തുടർന്ന് സൂചികകളിൽ വിൽപ്പനാ സമ്മർദ്ദമാണ് കണ്ടത്. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസ് 2.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് കോമ്പോസൈറ്റ് 3.35% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. S&P 500 ആകട്ടെ 2.06% നഷ്ടവും രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 5 വരുന്ന ജൂലൈയിലെ S&P ഗ്ലോബൽ കോമ്പോസൈറ്റ്, നിർമ്മാണ, ISM, നിർമ്മാണ ഇതര PMI കണക്കുകളോടെയാണ് അമേരിക്കൻ സൂചികകളിൽ വ്യാപാരം ആരംഭിക്കുന്നത്. നിർമ്മാണ മേഖലയെ പോലെ മറ്റു മേഖലകളിലും ഇടിവ് രേഖപ്പെടുത്തുമോ എന്നതായിരിക്കും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുക. ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യ ഭീഷണി നേരിടുന്നില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇനി മറിച്ചാണെങ്കിൽ മാന്ദ്യഭീതി ശക്തിപ്പെടുകയും സൂചികകളിലെ സെൽ ഓഫ് തുടരുകയും ചെയ്യും. ഓഗസ്റ്റ് 6 വരുന്ന ജൂണിലെ കയറ്റുമതി, ഇറക്കുമതി കണക്കുകളോടുകൂടി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ഒപ്പം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സാധന സേവനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ വിവരങ്ങൾ ലഭിക്കും. അമേരിക്കയിലേക്ക് കയറ്റുമതി നടത്തുന്ന IT മേഖലയിൽ അടക്കമുള്ള കമ്പനികളുടെ ഓഹരികളും നിക്ഷേപകരുടെ ഫോക്കസിൽ ഉൾപ്പെടും. ഓഗസ്റ്റ് 8 പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും എത്തും. പോയ വാരത്തിൽ ഈ ഡാറ്റയിൽ കുറവുണ്ടായത് പണപ്പെരുപ്പ നിയന്ത്രണ നടപടികൾക്ക് മേൽ സമ്മർദ്ദം രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് തുടരുന്നുണ്ടോ എന്നതും നിക്ഷേപകർ ഉറ്റുനോക്കും. ഇനി യൂറോപ്പിലേക്ക് വരുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പലിശ നിരക്ക് കുറച്ചതാണ് ശ്രദ്ധേയമായത്. 5.25% നിന്നും 5% പലിശ നിരക്ക് കുറച്ചത്. ഒപ്പം ബ്രിട്ടന്റെ നിർമ്മാണ രംഗത്തെ വളർച്ചയും ബ്രിട്ടൻ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നു എന്ന സൂചനയാണ് നൽകിയത്. എന്നാൽ വാരാന്ത്യത്തിലേക്ക് വന്നപ്പോൾ ആഗോള സൂചികകളിൽ ഉണ്ടായ സെൽ ഓഫ് യൂറോപ്യൻ വിപണികളിലും ദൃശ്യമായി. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ FTSE 100 1.13% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ CAC 40 3.54% ഇടിവും റിപ്പോർട്ട് ചെയ്തു. ഡാക്സ് സൂചിക 4.14% നഷ്ടവും രേഖപ്പെടുത്തി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് 5 വരുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സർവീസ് PMIയും ഒപ്പം ബ്രിട്ടന്റെ കോമ്പോസൈറ്റ് PMI കണക്കുകളുമാണ് യൂറോപ്യൻ വിപണികൾ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. ശക്തമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ സൂചികകൾ ശക്തമായ തിരിച്ചുവരവ് നടത്തും. തുടർന്ന് ഓഗസ്റ്റ് 6 വരുന്ന ജർമ്മനിയുടെ ജർമ്മൻ ഫാക്ടറി ഓർഡേഴ്സ് ഡാറ്റയും ഓഗസ്റ്റ് 7 വരുന്ന വ്യാവസായിക ഉൽപാദന ഡാറ്റയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഓഗസ്റ്റ് 9 വരുന്ന ജർമ്മനിയുടെ CPI കണക്കുകളോടെ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ സമീപ ഭാവി വ്യക്തമാകും. ബാങ്ക് ഓഫ് ജപ്പാൻ ധനനയം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നതിന്റെ ഭാഗമായി പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതും ഒപ്പം അനുകൂലമല്ലാത്ത ചൈനീസ് ഡാറ്റകളും ഏഷ്യൻ വിപണികളെയും പോയ വാരത്തിൽ ശക്തമായ സെൽ ഓഫിലേക്ക് നയിച്ചു. ഓഗസ്റ്റ് 4 വരുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് ആണ് മേഖലയിലെ നിക്ഷേപകർ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. ജാപ്പനീസ് സെൻട്രൽ ബാങ്കിന്റെ മുന്നോട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ഈ മിനിറ്റ്സിലൂടെ നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. അന്നേ ദിവസം തന്നെ വരുന്ന ജപ്പാന്റെ സർവീസ് PMIയും ചൈനയുടെ സെയ്ഷൻ സർവീസ് PMI ഡാറ്റയും നിക്ഷേപകർ സൂക്ഷ്മമായി നിരീക്ഷിക്കും.
ഓഗസ്റ്റ് 8-ന് ചൈനയുടെ CPI കണക്കുകളാണ് മേഖലയിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന ഡാറ്റ. നാണ്യ ചുരുക്കം നേരിടുന്ന ചൈനയെ സംബന്ധിച്ച് ഈ ഡാറ്റകൾ നിർണായകമാണ്. കമോഡിറ്റി മാർക്കറ്റിൽ തുടർച്ചയായ 4ാം വാരവും ഇടിവാണ് ക്രൂഡ് വിലയിൽ കാണുന്നത്. മിഡിൽ ഈസ്റ്റിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്രൂഡിൽ മുന്നേറ്റം ഉണ്ടായെങ്കിലും ആ നേട്ടം നിലനിർത്താൻ സാധിച്ചില്ല. വാരാന്ത്യത്തിൽ ബ്രന്റ് ക്രൂഡ് 2.96% ഇടിവോടെ ബാരലിന് $77.13 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 3.39% ഇടിഞ്ഞ് ബാരലിന് $74.64 എന്ന നിലയിലും അവസാനിച്ചു. ആഴ്ചയുടെ തുടക്കത്തിൽ ഡിമാൻഡ് ആശങ്കകൾ കാരണം ക്രൂഡ് വില സമ്മർദ്ദത്തിലായിരുന്നു. കൂടാതെ ഇന്നലെ നടന്ന OPEC പ്ലസ് മീറ്റിംഗിൽ ഉൽപാദന നയത്തിൽ മാറ്റമില്ല എന്ന പ്രഖ്യാപനവും എണ്ണവിലയുടെ ഇടിവിന് കാരണമായി. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $75.37 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് 74.29 എന്ന ലെവലും 72.39 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. $78.34 റേഞ്ചിൽ ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $80.24 തുടർന്ന് $81.31 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് $84.05 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യപ്പെടും. ഇത് ബ്രേക്ക് ചെയ്താൽ $87.21 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. ഡൗൺ സൈഡിലേക്ക് വന്നാൽ $72.6, $72.44 എന്നീ ലെവലുകൾ പ്രധാന സപ്പോർട്ട് മേഖലകളായി ആക്ട് ചെയ്യും. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $71.43 പിന്തുണ പരിഗണിക്കാം. ആഗോള സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.39% നേട്ടത്തോടുകൂടി ട്രോയ് ഔൺസിന് $2,442.08 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US പേറോൾ ഡാറ്റ മോശമായതിനെ തുടർന്ന് അമേരിക്കൻ ബോണ്ട് ഈൽഡും ഡോളറിന്റെ ഇടിവും മൂലമാണ് സ്വർണ്ണവില $2,460 മുകളിൽ എത്തിയത്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 50-ഡേ മൂവിംഗ് ആവറേജ് ആയ 2370 എന്ന ലെവലും തുടർന്ന് ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ $2,225 ലെവലും സപ്പോർട്ട് മേഖലകളായി പരിഗണിക്കാം. സർവകാല ഉയരമായ $2,483 ഒരു മേജർ റെസിസ്റ്റൻസ് ആയും കണക്കാക്കാം. ഈ ലെവൽ മറികടന്നാൽ $2,555, $2,560 റേഞ്ച് വരെയും സ്വർണം പോയേക്കാം. ഡോളർ ദുർബലമാകുന്നുണ്ടെങ്കിലും ആനുപാതികമായി വർധനവ് ഇന്ത്യൻ രൂപയിൽ ഉണ്ടാകുന്നില്ല. പ്രതീക്ഷിച്ചതിലും താഴ്ന്ന ജൂലൈയിലെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. പ്രതിവാരത്തിൽ 0.11% ഇടിവോടെ 83.77 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 83.7 രൂപയിൽ പ്രതീക്ഷിക്കാം. തുടർന്ന് 83.51 എന്ന ലെവലും പരിഗണിക്കാം. മറുവശത്ത് 100-ഡേ മൂവിംഗ് ആവറേജ് ആയ 83.85 രൂപ സപ്പോർട്ടായി കണക്കാക്കാം. തുടർന്ന് 84 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവൽ സപ്പോർട്ടായും ആക്ട് ചെയ്യും. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 12,756.2 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 17,226 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാക്രോ തലത്തിൽ ബാങ്ക് ലോൺ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകൾ തന്നെയായിരുന്നു പ്രധാനം. സുരക്ഷിതമല്ലാത്ത ഉപഭോക്തൃ ക്രെഡിറ്റിലെ റിസ്ക് വെയിറ്റുകളും NBFCകളിലേക്കുള്ള ബാങ്ക് ക്രെഡിറ്റും വർദ്ധിച്ചപ്പോൾ ബാങ്ക് വായ്പാ വളർച്ച ജൂണിൽ 13.9% കുറഞ്ഞു. അസംസ്കൃത എണ്ണയുടെയും റിഫൈനറി ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനത്തിലുണ്ടായ ഇടിവ് കാരണം 8 പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലെ ഉൽപാദന വളർച്ച ജൂണിൽ 20 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4% കുറഞ്ഞു. അതായത് ഏകദേശം 2 വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലായുള്ള വളർച്ച. എന്നാൽ കൽക്കരി, വൈദ്യുതി, പ്രകൃതിവാതകം, ഉരുക്ക്, വളം, സിമന്റ് എന്നിവയുടെ ഉൽപാദനം ജൂണിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ ധനക്കമ്മി കണക്കുകളിലേക്ക് വന്നാൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ജൂൺ വരെയുള്ള ഇന്ത്യയുടെ ധനക്കമ്മി 1.36 ലക്ഷം കോടി രൂപയാണ്. അതായത് വാർഷിക എസ്റ്റിമേറ്റിന്റെ 8.1%. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 25.3% നിന്ന് ധനക്കമ്മി കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് നടപ്പാക്കിയതും RBIയിൽ നിന്നുള്ള റെക്കോർഡ് ഡിവിഡൻഡുമാണ് ധനക്കമ്മി കുറയാൻ കാരണമായത്. മൊത്തം സർക്കാർ ചെലവ് കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 10.51 ട്രില്യണിൽ നിന്നും 9.7 ട്രില്യണായി മെച്ചപ്പെട്ടു.
അതായത് വാർഷിക ലക്ഷ്യത്തിന്റെ ഏകദേശം 20.4%. അടുത്ത വാരത്തിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 5 വരുന്ന നിക്കേ സർവീസസ് PMI കണക്കുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിർമ്മാണ സേവന മേഖലകളിലെ ബിസിനസ് പ്രവർത്തനത്തിലെ മികച്ച മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ ജൂണിൽ 60.9 നിന്നും ജൂലൈ ആയപ്പോഴേക്കും 61.4 മേഖലയിലെ വളർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ വേഗത 18 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ നിലയിലുമാണ്. തുടർച്ചയായ 36 മാസവും വളർച്ച മികച്ച നിലയിലായതിനാൽ തുടർന്നും 61.4 നിന്നും 61.6 മുന്നേറ്റമാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഓഗസ്റ്റ് 8 വരുന്ന RBIയുടെ ധനനയ യോഗ തീരുമാനങ്ങളാണ് നിർണായകം. തുടർച്ചയായി ഉയർന്ന പണപ്പെരുപ്പം കാരണം RBI ഓഗസ്റ്റിൽ തുടർച്ചയായ 9ാം മീറ്റിംഗിൽ പലിശ നിരക്കിൽ തൽസ്ഥിതി നിലനിർത്തും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. കൂടാതെ ഭക്ഷ്യവിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവ് രാജ്യത്തിന്റെ പണപ്പെരുപ്പത്തെ ജൂണിൽ 5 മാസത്തെ ഉയർന്ന നിരക്കായ 5.08% നയിച്ചു. ഇത് RBIയുടെ സഹനപരിധിയായ 4% ലക്ഷ്യനിരക്കിനേക്കാൾ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ധനനയം ലഘൂകരിക്കുന്നതിൽ സെൻട്രൽ ബാങ്ക് ജാഗ്രത പാലിക്കുമെന്നാണ് അനുമാനം. വരുന്ന 4ാം പാദത്തിലായിരിക്കും ഇനിയൊരു നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ നിലനിൽക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 9ാം തീയതി ബാങ്ക് ലോൺ, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും ഫോറക്സ് റിസർവും വിപണി ശ്രദ്ധ ആകർഷിക്കും. റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചതിന് ശേഷം ജൂലൈ 26 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ ഫോറക്സ് കരുതൽ ശേഖരം $3.47 ബില്യൺ കുറഞ്ഞ് $667.39 ബില്യൺ നേരത്തെ കരുതൽ ശേഖരം $4 ബില്യൺ ഉയർന്ന് ജൂലൈ 19 വരെ എക്കാലത്തെയും ഉയർന്ന നിലയായ $670.86 ബില്യൺ തുടർന്നും കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നിക്ഷേപകർ വീക്ഷിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ കോർപ്പറേറ്റ് മേഖലയിൽ ബാങ്കുകളുടെ പാദഫലങ്ങൾ തന്നെയായിരുന്നു വിപണിയെ എക്കാലത്തെയും ഉയരത്തിൽ എത്തിച്ചത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഫലപ്രഖ്യാപനം സ്ട്രീറ്റ് എസ്റ്റിമേഷനോട് അടുത്തില്ല എങ്കിലും ഡീസന്റ് റിസൾട്ടുകൾ വന്നത് വിപണിയിൽ ചലനം സൃഷ്ടിച്ചു. 1.3% ലാഭവും അറ്റ പലിശ വരുമാനത്തിൽ 11% നേട്ടവും രേഖപ്പെടുത്തി. ഒപ്പം ബന്ധൻ ബാങ്കിന്റെ റിസൾട്ടുകൾ കൂടി വന്നത് വിപണിയിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കാരണമായി. PSU കമ്പനിയായ ഗെയിൽ അറ്റാദായത്തിൽ 3183 കോടി രൂപ രേഖപ്പെടുത്തിയതും ഫലപ്രഖ്യാപനത്തിൽ പ്രധാനമായിരുന്നു. എന്നാൽ വാരാന്ത്യത്തിൽ വന്ന ജൂലൈ ഓട്ടോ സെയിൽസ് ഡാറ്റകൾ വിപണിയിൽ സമ്മർദ്ദമുണ്ടാക്കി. ഓട്ടോമൊബൈൽ ഭീമന്മാരുടെ ഫലപ്രഖ്യാപനവും വിപണിയിൽ ചാഞ്ചാട്ടത്തിന് കാരണമായി. മാരുതി സുസുക്കിയുടെ ലാഭം 48% ഉയരുകയും ഓഹരി സർവകാല ഉയരത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒപ്പം ടാറ്റ മോട്ടോഴ്സിന്റെ Q1 പാദഫലവും വന്നിരുന്നു. അറ്റ ലാഭം 74% ഉയർന്ന് 5566 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. അടുത്ത ആഴ്ച നിക്ഷേപകർ കാത്തിരിക്കുന്ന റിസൾട്ടുകളിലേക്ക് നോക്കുമ്പോൾ ബാങ്കിംഗ് മേഖലയിൽ നിന്നുമുള്ള SBI, ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ടുകളോടും തിങ്കളാഴ്ച വിപണി പ്രതികരിക്കും. ഒപ്പം റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന ഡിവിസ് ലാബ്, CDSL, JK ടയർ, ആഫിൾ ഇന്ത്യ, അമരരാജ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളും നിക്ഷേപക റഡാറിൽ ഉൾപ്പെടും. ഓഗസ്റ്റ് 5 പ്രധാനമായും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഭാരതി എയർടെൽ, ONGC, മാരിക്കോ, ദീപക് നൈട്രേറ്റ്, ടാറ്റ കെമിക്കൽസ്, ദേവയാനി, അവന്തി ഫീഡ് എന്നിവയാണ്. ഓഗസ്റ്റ് 6 ടാറ്റ പവർ, വേദാന്ത, TVS മോട്ടോഴ്സ്, ഗുജറാത്ത് ഗ്യാസ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകളാണ് വരാനിരിക്കുന്നത്. ജൂലൈയിൽ ടോട്ടൽ സെയിൽസിൽ മികച്ച ഉയർച്ചയാണ് TVS മോട്ടോഴ്സ് രേഖപ്പെടുത്തിയത്. 2 വീലർ സെഗ്മെന്റിലും മികച്ച വളർച്ച നൽകാൻ കമ്പനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ പാദഫലങ്ങളും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഒപ്പം പവർ ഫൈനാൻസ്, ലൂപ്പിൻ, PI ഇൻഡസ്ട്രീസും പാദഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 7 ഗോദ്രേജ് കൺസ്യൂമർ, NHPC, BSC, അപ്പോളോ ടയർ, ആദിത്യ ബിർള, വെൽസ്പൺ കോർപ്പാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന പ്രധാന കമ്പനികൾ. ഒപ്പം പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, അബോട്ട് ഇന്ത്യ, NLC ഇന്ത്യ കമ്പനികളുടെയും പാദഫലങ്ങൾ വരും. തുടർന്ന് ഓഗസ്റ്റ് 8 ഭീമന്മാരായ LIC, ഏഷ്യർ മോട്ടോഴ്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, റെയിൽ വികാസ് നിഗം, ഓയിൽ ഇന്ത്യ, ഭാരത് ഫോർജ്, സെയിൽ, MRF, ന്യൂ ഇന്ത്യ അഷുറൻസ്, ബയോകോൺ എന്നിവയുടെ റിസൾട്ടുകളും വരും. ഓട്ടോ സെയിൽസ് ഡാറ്റയോടനുബന്ധിച്ച് ഏഷ്യർ മോട്ടോഴ്സ് റിസൾട്ടും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കൂടാതെ കണ്ടെയ്നർ കോർപ്പറേഷൻ, പേജ് ഇൻഡസ്ട്രീസ് ആണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കമ്പനികൾ. ഓഗസ്റ്റ് 9 ഗ്രാസിം, ബർജർ പെയിന്റ്, ആൽക്കം ലാബ്, ഭാരത് ഡൈനാമിക്സ് ആണ് ഫലപ്രഖ്യാപനം നടത്തുന്ന മറ്റു കമ്പനികൾ. പെയിന്റ് സെക്ടറിലെ മെയിൻ കമ്പനിയായ ഏഷ്യൻ പെയിന്റിന്റെ റിസൾട്ടുകൾ നെഗറ്റീവ് ആയതിനെ തുടർന്ന് വരാനിരിക്കുന്ന ബർജർ പെയിന്റിന്റെ റിസൾട്ടുകൾ നിക്ഷേപകർ കാര്യമായി വിലയിരുത്തും.
ഒപ്പം ട്രെൻഡ്, ജനറൽ ഇൻഷുറൻസ്, SJVN, സൺ TV, ആർത്തി ഇൻഡസ്ട്രീസ്, MMTC, പൊണാസ കൺസ്യൂമർ തുടങ്ങിയ കമ്പനികളും തങ്ങളുടെ പാദഫലം പ്രഖ്യാപിക്കും. ഓഗസ്റ്റ് 10-ന് ഓറോബിന്ദോ ഫാർമ, APL അപ്പോളോ, അതുൽ ഓട്ടോ കമ്പനികളുടെ റിസൾട്ടുകൾ കൂടി വരുന്നതോടെ വിപണിയുടെ മുന്നോട്ടുള്ള ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ പോയ വാരം സബ്സ്ക്രിപ്ഷനായി എത്തിയ അക്കംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഓഗസ്റ്റ് 6-ന് ലിസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ IPOയുമായി എത്തിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണ കമ്പനി സീഗൾ ഇന്ത്യയും EV നിർമ്മാണ കമ്പനിയായ ഓലയുടെയും ലിസ്റ്റിംഗ് നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഓഗസ്റ്റ് 8-നാണ് സീഗൾ ഇന്ത്യ ലിസ്റ്റ് ചെയ്യപ്പെടുക. 6145 കോടി രൂപ സമാഹരിക്കാനെത്തിയ ഓല ആകട്ടെ ഓഗസ്റ്റ് 9-നും വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. വരുന്നയാഴ്ചയിൽ ഓഗസ്റ്റ് 6-ന് 2 കമ്പനികൾ സബ്സ്ക്രിപ്ഷനായി എത്തും. ഫസ്ക്രയുടെ പാരന്റ് കമ്പനിയായ ബ്രെയിൻ ബി സൊല്യൂഷനാണ് അക്കൂട്ടത്തിൽ ഒന്ന്. 4193 കോടി രൂപ സമാഹരിക്കുന്ന കമ്പനി 440 രൂപ മുതൽ 465 രൂപ പ്രൈസ് ബാൻഡാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇ-കൊമേഴ്സ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാസ് പ്ലാറ്റ്ഫോമായ യൂണികൊമേഴ്സ് സൊല്യൂഷൻസും IPOയുമായി എത്തും. 276 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 102 രൂപ മുതൽ 108 രൂപയുമാണ്. ഇരു കമ്പനികളുടെയും സബ്സ്ക്രിപ്ഷൻ ഓഗസ്റ്റ് 8-ന് അവസാനിക്കും. തുടർന്ന് ഓഗസ്റ്റ് 13-നായിരിക്കും വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ ഏകദേശം 0.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാർട്ടിൽ ഒരു ലോങ് അപ്പർ ഷാഡോയുള്ള ബെയറിഷ് കാൻഡിൽ ഇൻഡെക്സിന്റെ ഹൈ ലെവലിൽ നിന്നും ഒരു ഷോർട്ട് ടേം റിവേഴ്സലിനെ സൂചിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. ഡെയിലി ബേസിസിൽ ഗ്യാപ് ഡൗൺ ആയി ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കാതെ 1.17% നഷ്ടം രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഷേർഖാൻ അനലിസ്റ്റ് ജതിൻ ഗേഡിയ പറയുന്നത് നിഫ്റ്റി വരും ദിവസങ്ങളിൽ 20-ഡേ മൂവിംഗ് ആവറേജ് ആയ 24,600, 24,550 എന്ന ലെവൽ റീട്രേസ് ചെയ്തേക്കാമെന്നാണ്. മറിച്ച് അപ്സൈഡിൽ 24,820, 24,850 റേഞ്ച് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻഡെക്സിൽ തുടർന്നും ഒരു സെൽ ഓഫ് ഉണ്ടായേക്കാമെന്നാണ് LKP സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനലിസ്റ്റായ റുബക് ഡേ പറയുന്നത്. ചാർട്ടിൽ ബെയറിഷ് കാൻഡിലും RSI ഇൻഡിക്കേറ്ററിൽ ബെയറിഷ് ക്രോസ് ഓവറും സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ ഒരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിൽ 24,530, 24,400 സപ്പോർട്ട് ലെവലും അപ്സൈഡിൽ 24,800 റെസിസ്റ്റൻസ് ആയും പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും അണ്ടർ പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. വീക്ക്ലി ബേസിസിൽ 0.11%, ഡെയിലി ബേസിസിൽ 0.41% നഷ്ടമാണ് സൂചിക രേഖപ്പെടുത്തിയത്. 52,400, 52,550 ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് റേഞ്ച് ആയിരിക്കുമെന്നും ഡൗൺ സൈഡിൽ 51,100, 51,050 സപ്പോർട്ട് ലെവലുകളായി കൺസിഡർ ചെയ്യാമെന്നും ജതിൻ കേഡിയ കൂട്ടിച്ചേർത്തു. 25,000 എന്ന ലെവൽ മറികടന്ന നിഫ്റ്റിക്ക് മുന്നിൽ ആഗോള അനിശ്ചിതാവസ്ഥ നിലനിൽക്കെ വിപണി വീണ്ടും ഒരു സെൽ ഓഫ് മോഡിലേക്ക് കടക്കുമോ എന്നതാണ് നിക്ഷേപകർ വീക്ഷിക്കുക. മാർക്കറ്റിന്റെ കൂടുതൽ അനാലിസിസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.